ആലോചനയെ ദൈവം വ്യർത്ഥമാക്കി, അബദ്ധമാക്കി. അത് യഹോവയാൽ സംഭവിച്ചതാണ്. ആ ഭാഗമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. അപ്പം ഇന്നലെ നിർത്തിയ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് പോകാം. ഇന്നലെ വൈകിട്ട് നമ്മൾ എവിടെയാണ് നിർത്തിയത്? നിങ്ങൾ പറ. ഞങ്ങൾ എല്ലാം കേട്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്നലെ എവിടെയാണ് നമ്മൾ നിർത്തിയെന്ന് വെറുതെ വന്ന് കയ്യും കൊട്ടി പാട്ടും പാടി പോയതുകൊണ്ടും കാര്യമായില്ല. ഇന്നലെ നമ്മൾ വൈകിട്ട് നിർത്തിയത് എവിടാ? ഷീ എന്ന് വെക്കാതെ എന്തെങ്കിലും ഉണ്ട് ഉറക്കെ പറയണം. അപ്പൊ ഇന്നലെ നിർത്തിയത് യോവാബിന്റെ കൈക്കീഴിലും ഇത്ഥായിയുടെ കൈക്കീഴിലും അബീശായിയുടെ കൈക്കീഴിൽ ദാവീദ് ആൾക്കാരെ സെലക്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, അബ്ശാലോമിനോട് യുദ്ധത്തിന് പടയ്ക്ക് പോവുക. അപ്പോൾ ഇത്തായിയും അബീശായിയും യോവാബും എല്ലാം കൂടെ പറഞ്ഞു, നീ ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് വരണ്ട. ദാവീദിനോട് പറയാ, നീ ഞങ്ങളുടെ കൂടെ വരണ്ട. അതെന്താ കാരണം? അയ്യോ, ഞങ്ങളിൽ ആരെയും പട്ടുപോയാൽ അത് വലിയ വിഷയമല്ല, ഞങ്ങളെ ആരെയും തകർത്താലും അത് വലിയ വിഷയമല്ല. പക്ഷെ നീ 10,000-ങ്ങൾക്ക് തുല്യനാണ്. 10,000-ങ്ങൾക്ക് തുല്യനായ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. 10,000-10,000-ങ്ങളിൽ അഴകോതിങ്ങുമൻ പ്രിയനെ, 10,000-10,000-ങ്ങളിൽ അഴകോതിങ്ങുമൻ പ്രിയനെ, കാണും ഞാനൻ മോക്ഷപുരേ താതൻ ചാരേ. അപ്പോൾ ഇവര് പറയുക, നീ 10,000-ങ്ങൾക്ക് തുല്യനാണ്, അതുകൊണ്ട് നീ വരണ്ട. അപ്പൊ കൊണ്ടുപോകയില്ല എന്ന് ഉറപ്പായപ്പോൾ ദാവീദ് പറഞ്ഞ പദമാ ഇന്നലെ വായിച്ച് നമ്മൾ നിർത്തിയത്. എന്തുവാ വാക്യം വായിച്ചേ? വായിക്ക്. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീനെന്ന്, അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീനെന്ന് രാജാവ് യോവാബിനോടും അബീശായിയോടും ഇത്തായിയോടും കൽപ്പിച്ചു. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇതിനകത്തുള്ള ആത്മീക പാഠം, അപ്പന്റെ ഹൃദയം മകന്റെ പ്രവൃത്തിയും പ്രവണതയും. മകനാണ് അബ്ശാലോം. അവൻ തുടക്കം മുതലേ പ്രശ്നമുണ്ടാക്കി, വിപ്ലവമുണ്ടാക്കി. ഇസ്രായേലിൽ രാജ്യത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ചു. അതിനുശേഷം അപ്പനെ സ്ഥാനഭ്രഷ്ടനാക്കി. അപ്പന്റെ അധികാരമെല്ലാം നഷ്ടപ്പെടുത്തി. ഒടുവിൽ അപ്പൻ വേദനയോടെ തല മൂടിക്കൊണ്ട് ഓടുക. അപ്പനെ നാട്ടിൽ നിർത്തിച്ചില്ല, കൊട്ടാരത്തിൽ പാർക്കാൻ പോലും അനുവദിക്കുന്നില്ല. അതുപോലെ പ്രശ്നമായി. എൻ്റെ ഭാഷയെ പറഞ്ഞ അതിവേദനയോടെ, പ്രാണവേദനയോട് ഓടുക അപ്പൻ. ഇതെല്ലാം കാരണക്കാരൻ ഈ അബ്ശാലോമാ. ഓടി ഓടി കിദ്രോൻ തോടുമൊക്കെ കടന്ന് നമ്മൾ ചിന്തിച്ചല്ലോ. അതും പോരാഞ്ഞിട്ട് ഈ അപ്പനെ വകവരുത്താൻ, കൊല്ലാൻ കടൽക്കരത്തെ മണൽ പോലെ അസംഖ്യമായി ഇസ്രായേൽ മക്കളെ ശേഖരിച്ച് കൂട്ടി സ്വന്തം പിതാവിനെ കൊന്നുകളയുവാൻ, വകവരുത്തുവാൻ അബ്ശാലോം പുറപ്പെട്ടു. ഇതെല്ലാം അബ്ശാലോം ചെയ്യുമ്പോഴും ദാവീദ് കനിവോടെ പെരുമാറണം. ഇതാണ് സാക്ഷാൽ പിതാവായ ദൈവത്തിന്റെ മനസ്സ്. നാമെല്ലാം ശത്രുക്കളും ദോഷികളും പാപികളും അക്രമികളും, ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവവചനത്തിനുമൊക്കെ നിരക്കാത്തത് പ്രവർത്തിച്ചും ചെയ്തും പറഞ്ഞും പലതിലും ഇടപെട്ടുമൊക്കെ പോയിട്ടും യാതൊരു യോഗ്യതയില്ലാതിരുന്നപ്പോഴും ജീവിതം മുഴുവൻ ക്രമക്കേടാ. സ്തോത്രം. നന്മയെന്ന് പറയാൻ ഒന്നുമില്ല. അങ്ങനെല്ലാം ദോഷികളും പാപികളുമായിരുന്ന നമ്മെ ആ സ്വർഗീയ പിതാവിന്റെ ഹൃദയം നോക്കിക്കേ.
എന്നെ ഓർത്ത് കനിവ് തോന്നണം. മനസ്സലിമിൻ മകാദൈവമേ കന്യകണമേ കരുണാനിധേ മനസ്സലിമിൻ നന്നായിട്ട് പാടാനുള്ളതാണ്. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ പ്രാർത്ഥിച്ചുണർന്നു കാത്തിരിപ്പൂ. എത്ര നാളായി ഞങ്ങളാർത്തിയോടെ ഓ പ്രാർത്ഥിച്ചുണർന്നു കാത്തിരിപ്പൂ. വെറുതെ ഇരുന്ന് ഷൂൾ അടിക്കരുത്. മതി 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 മതി. എന്നാ ഇനി അത് പാടണ്ട, വൈകിട്ട് പാടാം. ഷൂ പാസോട് വേണ്ട, എനിക്ക് എടുത്ത് പാടാൻ വയ്യ. അപ്പോൾ ഒരു സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളത്. സ്തോത്രം. അബ്ശാലോം കുമാരനോട് എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീൻ, കനിവോടെ പെരുമാറണം എന്ന്. എന്ത് നല്ല ഹൃദയം, എന്ത് നല്ല മനസ്സ്. അപ്പന്റെ ആ മനസ്സ് കണ്ടോ? അത് ആ പുസ്തകത്തിൽ വാക്യമുണ്ട്, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ. അമ്മയ്ക്ക് സ്നേഹമാ, അപ്പന് കരുണയാ. അമ്മ സ്നേഹിക്കും, അപ്പൻ സ്നേഹിക്കുകയല്ല നല്ല പറഞ്ഞത്, അപ്പന് കരുണയാ. സ്തോത്രം. എന്നെ ഓർത്ത് അതാ അപ്പൻ്റെ സ്നേഹം. അല്ലേ, ആ ചെറുക്കൻ അതെല്ലാം മേടിച്ച്, അവൻ്റെ വീതമെല്ലാം മേടിച്ച് അവൻ അതിലെല്ലാം പോയി ആശക്കൊള്ളിയെല്ലാം ഒപ്പിച്ച് എല്ലാം നടക്കുമ്പോൾ അപ്പനെ വാതുക്കലിങ്ങനെ നിൽക്കുക, അവൻ എന്നേലും വരുമെന്ന് ഓർത്ത്. അതാ അപ്പൻ നോക്കി നിൽക്കുക. എൻ്റെ ഭാഷ പറഞ്ഞ ഇമ വെട്ടിക്കാതെ നോക്കി നിൽക്കുക, ഇവനെന്നേലും മടങ്ങി വരും. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അവൻ ദൂരെന്ന് വരും. എല്ലാം തോലുമായി ആജെല്ലാം പോയി, ആജെല്ലാം ആൾക്കാർ കൊണ്ടുപോയി. പന്നി തിന്നുന്നത് ഇച്ചിരി കിട്ടുമെന്ന് ഓർത്ത് എൻ്റെ എന്തെയാ കൈ ഇട്ടപ്പോൾ പന്നി മുക്കറായിട്ട്. അന്നേരം അത് കിട്ടിയില്ലെന്നാ. പന്നി തിന്നുന്ന വാളവരെ തിന്നാൻ കിട്ടിയില്ല. ചോദിച്ചു ജോടി വായിക്കുന്നു. ആ ദേശത്ത് കഠിന ക്ഷാമമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പാൻ അയച്ചു. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറപ്പാൻ അവൻ ആഗ്രഹിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. പന്നിയും കൊടുത്തില്ല, ആൾക്കാരും കൊടുത്തില്ല. പന്നിക്ക് പോലും ഇവനോട് താല്പര്യം. അങ്ങനെ ആയിരുന്നു ഞാനും നിങ്ങൾ ഒരു കാലത്ത്. നമ്മുടെ പന്നിക്കും കാണരുതായിരുന്നു, പട്ടിക്കും കാണരുതായിരുന്നു. ഒരു കുഞ്ഞുങ്ങൾക്ക് പോലും നമ്മളോട് ദയയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ആ ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുള്ള. സ്തോത്രം. എല്ലാം തുല്ലച്ചു നീച്ച പന്നിയിൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എല്ലാം തുലച്ചു നീച പന്നിയിൻ തീറ്റ തിന്നു വല്ലാതെ നാൾ കഴിച്ചു. എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരും നപ്പന. എന്നെ തള്ളാതെ മേത്തരമാം അങ്കിയും മോതിരവും എല്ലാം തരും നപ്പന. എന്നും എന്നെന്നും
തീരാതെ. ചെറിയാച്ചൻ്റെ പാട്ടാ, നല്ല പാട്ടാ. ഒടുവിൽ അവനെ അപ്പനോട് പറയുന്ന ഭാഗവും കൂടെ ചെറിയാച്ചാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പാ നിൻ വീട്ടിൽ എനിക്കാലവും വസിപ്പാൻ ഇപ്പാവി നിന്നടിയാൻ എനിക്കിപ്പാരിൽ ലാഭമല്ല ചപ്പാണൻ ദൈവമേ നിൻ തൃപ്പാദമൻ ഗതിയെ. എനിക്കിപ്പാരിൽ ലാഭമെല്ലാം ചപ്പാണൻ ദൈവമേ നിൻ തൃപ്പാദമൻ ഗതിയെ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. എന്നും എന്നെന്നും എന്നുടയവൻ മാറാതെ കൃപ തീരാതെ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അപ്പൻ്റെ കൃപ. അപ്പൻ്റെ അടുക്ക ചൊല്ലും, അപ്പനോട് കാര്യമല്ല പറയും. ഇവൻ അപ്പനെ കാണാനാ ചെന്നെങ്കിലും അപ്പനായവനെ ആദ്യം കാണുന്നത്. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞു. മതി. ഇവൻ അപ്പനെ കാണാൻ അങ്ങോട്ട് പോയത്, പക്ഷേ ആദ്യം കണ്ടതാരാ? അപ്പന. സ്തോത്രം. നമ്മൾ കർത്താവിനെ കണ്ടതല്ല, കർത്താവ് നമ്മളെ കണ്ടത്. നാം യേശുവിനെ തെരഞ്ഞെടുത്തതല്ല, അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തതാണ്. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ഫലം കായ്ക്കാൻ പോരാ, നിങ്ങളുടെ ഫലം നിലനിൽക്കാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാണ്. ചിലരുടെ ഇരിപ്പും പാപവും പോക്കും ഒക്കെ കണ്ടാൽ അവർ ദൈവത്തെ തെരഞ്ഞെടുത്തേച്ച് ഇതിനകത്ത് കയറി ഇരിക്കുക. ഞാനാണ് ദൈവത്തെ തെരഞ്ഞെടുത്തത്, ദൈവത്തെ ആരും തെരഞ്ഞെടുക്കാതിരിക്കുകയായിരുന്നു. അങ്ങിരുന്നപ്പോഴാണ് 82 മാർച്ച് 12 ഞാൻ ദൈവത്തെ തിരഞ്ഞെടുത്തു, അതുകൊണ്ടാണ് ഇപ്പം ദൈവം നിലനിൽക്കുന്നത്. ചിലരുടെ രീതി അതാ. അല്ലല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. അപ്പൻ്റെ ഹൃദയം, കരുണയുള്ള ആ മനസ്സ്. അതുകൊണ്ട് ദാവീദ് പറയുക, ഈ ദ്രോഹമെല്ലാം ചെയ്ത ആ ചെറുക്കനെ പറ്റി ദാവീദ് എന്നിട്ടും പറയാ, എന്നെ ഓർത്ത് കനിവോടെ പെരുമാറുവീൻ. അവനോട് കനിവോട് പെരുമാറണം കേട്ടോ. എന്തിനേറെ നടക്കുന്നത് എബ്രയീം വനത്തിൽ വെച്ചു. ഈ വനത്തിലെ യുദ്ധമായതുകൊണ്ട് സാധാരണ യുദ്ധം ചെയ്യുമ്പോൾ ഒക്കുന്നില്ല. വനമല്ലേ, കാടും പടലും അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. അപ്പോൾ ഈ വനത്തിലെ യുദ്ധമായതുകൊണ്ട് 20,000 പേരെ വാളിന് വെട്ടിക്കൊന്നു. വനത്തിലെ യുദ്ധമായതുകൊണ്ട് വാളിൽ പട്ടതിലും ഏറെ വനത്തിൽ പട്ടു. അങ്ങനെയല്ലേ എഴുതിയേക്കുന്നേ? ഇസ്രായേൽ ജനം ദാവീദിന്റെ സേവകരോട് തോറ്റു. അന്ന് അവിടെ ഒരു മഹാസംഹാരം നടന്നു. 20,000 പേർ പട്ടുപോയി. 20,000 പേര് പട്ടുപോയി. പട ആ ദേശത്തെല്ലടവും പരന്നു. അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി തീർന്നു. വാളിന് ഇരയായതിലും അധികം പേർ വനത്തിനിരയായി. കാട്ടിനകത്ത് കയറി ആകെ കുഴഞ്ഞു. വാളിന് 20,000 പേരാ പട്ടത്, അതിനെ കൂടുതൽ വനത്തിൽ പട്ടുപോയി. അപ്പോൾ വാളിലും വനത്തിലും ജനം പട്ടു, പേടിച്ചു പോയി. ആളുകൊണ്ട് 20,000 പേര് വെട്ടിക്കൊന്നു, അതിലും കൂടുതൽ ആൾക്കാർ വനത്തിൽ പട്ടു. അപ്പോൾ വനത്തിലും വാളിലും ആള് പട്ടുപോയപ്പോൾ അബ്ശാലോം പേടിച്ചു, അവൻ്റെ അകവാള് വെട്ടി. സ്തോത്രം. അവൻ അകവാള് വെട്ടി കോവർക്കടുത്തേക്ക് കോപ്പിട്ട് തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിൻ്റെ ഇടയിൽ കൂടെ കോവർക്കടുത്തെ തെളിച്ചിങ്ങനെ ഓടിക്കുക അബ്ശാലോം. 8-ാം വാക്യം വായിച്ചേ. അന്ന് വാളിനിരയായതിലും അധികം പേർ 8-ാം വാക്യം വായിക്കാൻ. 8-ാം വാക്യം വായിച്ചേ. പട നിങ്ങൾ ഏത് വാക്യായി വായിക്കുന്നത്? 2 പേരോട് ഇരുന്ന് 8-ാം വാക്യം വായിര്. പട ആ ദേശത്തെല്ലാടവും പരന്നു. മുമ്പേ ചന്ദ്രഭാസ് വായിച്ച നിങ്ങൾ 2 സഹോദരിമാരുടെ മുമ്പേ വായിച്ചതാന്നാ? ഞങ്ങൾ ആ തുടക്കം വായിച്ചില്ല. ഞാൻ പറഞ്ഞങ്ങ് വായിച്ചാൽ മതി. തോക്ക് കയറി വെടി വെക്കൊന്നും വേണ്ട.
8-ാം വാക്യം വായിച്ച 8-ാം വാക്യം ഒന്നുകൂടെ. പട ആ ദേശത്തെല്ലടവും പരന്നു. പട ആ ദേശത്തെല്ലായിടവും പരന്നു. അന്ന് വാളിനിരയായതിലും അധികം പേർ വനത്തിനിരയായി. 9-ാം വാക്യം. അബ്ശാലോം ദാവീദിന്റെ സേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം ദാവീദിന്റെ സേവകർക്ക് എതിർപ്പെട്ടു. അബ്ശാലോം കോവർ കഴുതപ്പുറത്ത് ഓടിച്ചു പോകുമ്പോൾ കോവർ കഴുത കൊമ്പ് തിങ്ങി നിൽക്കുന്ന ഒരു വലിയ കരിവേലകത്തിന് കീഴേ എത്തി. കൊമ്പ് തിങ്ങി നിൽക്കുന്ന വലിയ കരുവേലകത്തിന് കീഴേ എത്തി. കരുവേലകത്തിന്റെ കീഴിൽ എത്തി. അവന്റെ തലമുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് അവൻ ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. തൂങ്ങി. അവന്റെ കീഴിൽ നിന്ന് കോവർ കഴുത ഓടിപ്പോയി. ഒരുത്തൻ അത് കണ്ടിട്ട് അബ്ശാലോം ഒരു കരുവേലകത്തിൽ തൂങ്ങിക്കിടക്കുന്നു ഞാൻ കണ്ടു എന്ന് യോവാബിനോട് അറിയിച്ചു. ഞാൻ ഈ ഭാഗമൊന്നും പ്രസംഗിക്കാനല്ലിരുന്നത്. പിന്നെ 1-2 പേര് അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എനിക്കും ഒരു താല്പര്യം. എന്നാൽ പിന്നെ അതൊന്ന് ഇച്ചിരി നേരം പറയാം. അല്ലെങ്കിൽ യഹോവയാൽ സംഭവിച്ച സബ്ജക്റ്റ് മാത്രം അത് ഞാൻ പിന്നെ പറയാം. അതിലിപ്പം ഉപവാസ പ്രാർത്ഥനയില്ലേ, സമയമുണ്ടല്ലോ. അപ്പോൾ വാളിൽപ്പെട്ടതിലുമേറെ വനത്തിൽപ്പെട്ടു. വാളിലും വനത്തിലും ജനം പെട്ടപ്പോൾ അബ്ശാലോം പേടിച്ച് അകവാള് വെട്ടിപ്പോയി. കോവർക്കഴുതയ്ക്ക് കോപ്പിട്ട് തിങ്ങി നിൽക്കുന്ന കരുവേലകത്തിൻ്റെ ഇടയിൽ കൂടെ കോവർക്കഴുതയെ തെളിച്ചിങ്ങനെ ഓടിക്കുക. അവൻ ഓടിച്ചങ്ങോട്ട് പോയപ്പോൾ അവൻ്റെ മുടി കരുവേലകത്തിൽ പിടിപെട്ടിട്ട് മുടി കയറി കുരുങ്ങി. ഈ ദൈവം തമ്പുരാൻ എവിടെ ഇട്ടാ കുരുക്കുന്നെന്ന് നമുക്കറിയത്തില്ല. മനസ്സിലായോ? ഇവൻ ഈ നാശക്കൊള്ളിയെല്ലാം ഒപ്പിച്ചിരുന്നതാ. അവസാനം തമ്പുരാൻ കൊണ്ട് കുരുക്കുന്നുണ്ടോ? ശിവൻ വിചാരിച്ചല്ല. അല്ല, ഇവന് ഈ മുടിയോടും താടിയോടും ഒക്കെ കുറച്ച് താല്പര്യം. അതുകൊണ്ട് വെളുത്തതെല്ലാം ഒന്ന് കറപ്പിക്കുക. സ്തോത്രം. മുടിയെ ദൈവം കൊണ്ട് കുരുങ്ങുക. ഇവന് ഓർത്തില്ല മുടി കയറി കുരുങ്ങുവന്ന്. കാരണം ഇവൻ മുടിയോട് വലിയ തൃപ്തിയാണ്. അതിലെ പുട്ടിയൊക്കെ അടിച്ച് നല്ല പരുവത്തിനാക്കി പിരിവെല്ലാം മടിച്ച് കണ്ണും കൂടെ എഴുതും. വേണ്ട, കണ്ണെഴുതും. പിന്നെ സുറുമയോ സാറാ എഴുതുവോ? ഇപ്പൊ എഴുതുകയല്ല, ഇനി എഴുതുവോ? ഇല്ല. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, തിങ്ങി നിൽക്കുന്ന കരിവേലകത്തിന്റെ ഇടയിൽ കൂടെ കോവറക്കെടുത്ത് തെളിച്ച് ഓടിക്കുക. മുടികാടി കുരുങ്ങി. കാരണം ഇവന്റെ മുടി വലിയ മെച്ചമുള്ള മുടിയാ. എല്ലാവർക്കും വലിയ തൃപ്തിയാണ് അബ്ശാലോമിന്റെ മുടി. അബ്ശാലോമിനെ പറ്റി പറയുന്ന അടി തൊട്ട് മുടി വരെ ഊനമില്ലാത്തവനെന്നാ. അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ല, നല്ല ലക്ഷണമൊത്തവനാ. അവൻ്റെ മുടി അങ്ങോട്ട് വളർന്നിറങ്ങി ആ മുടിയിൽ അങ്ങോട്ട് വിചിത്രം കാണിച്ച് മുടി അങ്ങോട്ട് ആണ്ടിലാണ്ട് കണ്ടിക്കും. അത് രാജതൂക്കത്തിന് ഇത്ര ശക്കേലെന്നാ. വായിച്ച വാക്യം വായിരി, ഞാൻ വാക്യം തരാം. നിങ്ങൾ ഓർക്കുന്ന പുള്ളി മനഃപൂർവ്വം എന്നെ തകർക്കാനാണ്. അല്ല, പുസ്തകത്തിലെ വാക്യം തരാം. ശാമുവേലിൻ്റെ 2-ാം പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 25 മുതൽ വായിച്ചേ ഉറക്കെ. എന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് മൈക്കിക്കൂടെ വായിക്കുന്നാൽ എല്ലാ ഇസ്രായേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടുത്തത് അടിതൊട്ട് മുടി വരെ അവൻ ഒരു ഊനവും ഇല്ലായിരുന്നു. നോക്കിയേ, അടി തൊട്ട് മൂടി വരെ ഒരു ഊനവും ഇല്ല. അത്ര മിടുക്കനാ. അടുത്തത് അവൻ തന്റെ തലമുടി ആണ്ടുതോറും കത്തിച്ചു കളയും. അതൊരു പ്രത്യേക ആഘോഷമാണ് അബ്ശാലോമിന്റെ മുടി കണ്ടിക്കുന്നത്.
അപ്പൊ അവന്റെ തലമുടി ഈ ആണ്ട് തോറും ഇവൻ കത്തിരിക്കും. അടുത്തത്, അത് തനിക്ക് ഭാരമായിരിക്കാൻ അത്ര കത്തിരിപ്പിച്ചത്. അവന്റെ തലമുടി കത്തിരിച്ചാൽ, അവന്റെ തലമുടി ഒന്ന് കത്തിരിച്ചാൽ രാജതൂക്കത്തിന് 200 ശെക്കേൽ കാണും. മതി. ഇതാണ് മുടി. അടി തൊട്ട് മുടി വരെ ഒരു ഊനവുമില്ല. ഇസ്രായേലിൽ അബ്ശാലോമിനുള്ള ശ്ലാഘ്യനായ ഒറ്റ ഒരുത്തനുമില്ല. ഭയങ്കര സൗന്ദര്യമാണ് കാണാനൊക്കെ, മിടുക്കന. അതുകൊണ്ട് എപ്പോഴും സ്റ്റേജ് ഷോയ്ക്ക് ആ പുള്ളിക്ക് കൂടുതൽ പിന്നെ കാണാനൊക്കെ. അവൻ്റെ ആ മുടി, അവൻ്റെ ആ താടി, അവൻ്റെ ആ സൗന്ദര്യവും, ഇവൻ്റെ ആ പുഞ്ചിരി. അപ്പൊ ഇത് ഇവനങ്ങ് മുതലാക്കി. ഇവനെ പോലെ ശ്ലാഘ്യനായ വേറെ ആരും ഇല്ല. ആൾക്കാർക്ക് വലിയ അയ്യോ അബ്ശാലോം പാസ്റ്റർ എന്ത് ചെയ്യും ഇപ്പൊ അബ്ശാലോം പാസ്റ്റർ? സ്തോത്രം. അത്രയ്ക്ക് മിടുക്കനാ. ചന്ദ്രൻ പാസ്റ്റർ അത്ര നോക്കുകയല്ല, ശരി പാസ്റ്റർ അത്ര ഞാൻ ഒട്ടും ഒക്കുകയല്ല. ഞാനാന്നല്ലോ മൊത്തം ഒക്കാതിരിക്കുന്നേ. പക്ഷേ അബ്ശാലോം മിടുമിടുക്കനാ. അടിതൊട്ട് മുടി വരെ ഒരു ഊനവുമില്ല. നല്ല സൗന്ദര്യം, താടി, മുടി. സ്തോത്രം. ഒടുവിൽ ദൈവം കൊണ്ട് കയറ്റിയത് കണ്ടോ? തിങ്ങി നിൽക്കുന്ന കരുവേലകത്തിൻ്റെ ഇടയിൽ കൂടെ കോവറക്കെടുത്ത് തെളിച്ചങ്ങോട്ട് ഓടിച്ചവൻ്റെ മുടി കരുവേലകത്ത് കയറി കുരുങ്ങി ആകാശത്തിനും ഭൂമിക്കും മധ്യേ തൂങ്ങി. കീഴെയുള്ള കോവറക്കഴുത ഓടിപ്പോയി. കഴുതയുടെ പാട്ടിന് പോയി. കഴുതപ്പുറത്താ ഇവൻ ഈ കൊന്തറാക്കൊള്ളിയെല്ലാം ഒപ്പിക്കാൻ പോയത്. ഇപ്പൊ തൻ്റെ കഴുതയില്ല. എടാ കഴുതയും പോവും നിന്നെ വിട്ട് നിന്റെ കഴുതയും പോവും. ഈ കഴുതപ്പുറത്തല്ലയോ കുരുക്കൊപ്പിക്കാനല്ല നടന്നത്. ഇപ്പം കൂടെയുള്ള കഴുതയും നിന്നെ വിട്ട് പോകും. കൂടെയുള്ളത് കഴുതയായതുകൊണ്ടാണെന്നല്ലോ ഈ കാട്ടായത്തിനെല്ലാം കൂടെ എൻ്റെ കൂടെ ഇരിക്കുന്ന കഴുതയും. ഈ കഴുതയ്ക്ക് കാച്ചു ഒക്കെ ഞാൻ മനസ്സിലാകാഴിയാണോ? ഇവനിങ്ങനെ കരുവേലകത്തിൽ മുടി പോയി കിടന്ന് ആടിയപ്പം ഇവൻ പറഞ്ഞു, എടാ കഴുത ഇങ്ങോട്ട്, ഞാൻ അവിടെ കിടന്ന് ആടി ഞാൻ പോവാന്ന് പറഞ്ഞു. എനിക്ക് വേറെ യോഗം ഉണ്ടെന്ന് പറഞ്ഞു. മുടി അങ്ങോട്ട് കയറി കുരുങ്ങി കിടന്നിങ്ങനെ ആടുക. സ്തോത്രം. വന്നവരറിയാം പുതിയ വർഷിപ്പാന്ന്. വർഷിപ്പിൻ്റെ മെത്തേഡ് അതാ. ഇത് വർഷിപ്പല്ല, തീരാൻ പോവുക. അതിന് മുടി കയറി കുരുങ്ങി. എടാ ഈ തല കൊണ്ടല്ലയോ നീ ദോഷമല്ല ഒപ്പിച്ചത്? നിന്റെ മണ്ടയിലല്ലയോ ഈ കുരുക്കല്ല? അതിലോട്ട് കയറ്റി ദൈവം കുരുക്കുക. ഞാൻ ആരുടെയും തലയെ കൈ വെച്ചൊന്നും പ്രവചിക്കുന്നില്ല. ആ വചനത്തിൽ കൂടെ അങ്ങ് പറയുക. ഇതിനകത്തെ ഉദിച്ച ആശയമല്ലേ ഇത്? ഇതിനകത്തല്ലയോ ഈ ചിന്തയെല്ലാം വന്നത്? നമുക്ക് ദാവീദിനെ കുരുക്കണം, ഒതുക്കണം, തകർക്കണം, അടിക്കണം, മുടിക്കണം. ഇതിനകത്തല്ലേ ചിന്തിച്ചത്? ആ ചിന്തയല്ലോ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത്. അതിൻ്റെ വെളിച്ചത്തല്ലയോ റിപ്പോർട്ട് കൈമാറിയത്. ഇതിനകത്തു നിന്നല്ലേ ഇതെല്ലാം വന്നേ. സൂക്ഷം ദൈവം അവിടെ തന്നെ കൊണ്ട് കുരുക്കുക. വചനത്തിങ്കൽ ഭയപ്പെട്ടോണം. അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കുമെന്ന്. ഏറെ കൊണ്ട് കുരുക്കി. ഇപ്പൊ ഇങ്ങനെ കിടന്നു പുതിയ വർഷിപ്പ. നേരത്തെ ഒത്തിരി പേരുണ്ടായിരുന്നില്ല വർഷിപ്പ. ഇല്ല, ഇപ്പൊ തന്നെ കിടന്ന് വർഷിപ്പ. അല്ല കഴുത അതിൻ്റെ പോക്കിന് പോയെന്ന് പറഞ്ഞു. കൂടെ ആരില്ല. ഇപ്പം ആരും എൻ്റെ കൂടെ ഇല്ലിപ്പോൾ. ഇപ്പം എന്നെ ഒറ്റയ്ക്കുള്ള പ്രവർത്തനമാണ്. സ്തോത്രം. നിന്ന് കിടന്നാടുക.
സ്തോത്രം, സ്തോത്രം. അങ്ങനെ ഇവനെ കരുവേലകത്തിൽ മുടി തൂങ്ങിക്കിടന്നിങ്ങനെ ആടി. അപ്പോൾ യോവാബിന്റെ പക്ഷക്കാർ വന്ന് കണ്ടു. അല്ലേ, അവൻ കിടന്ന് ആടുന്നല്ലോ. എന്നിട്ട് ആരാണ്ട് പറഞ്ഞു പോലും, പുതിയ മെതേഡ വർഷിപ്പ്. ഒരുത്ത മെട വർഷിപ്പല്ല, ആള് തീരാൻ പോവുക. അപ്പൊ ഇവർ വന്ന് യോവാബിനോട് വന്ന് പറഞ്ഞു, അബ്ശാലോം കരുവേലകത്തിൽ മുടി തൂങ്ങപ്പെട്ടവനായി കിടന്ന് ആടുക. അപ്പൊ യോവാബ് പറഞ്ഞു, തട്ടിയേക്കാൻ മേലായിരുന്നു. നീ അവനെ കണ്ടിട്ട് അവിടെ വെച്ച് തന്നെ വെട്ടിക്കളയാഞ്ഞത് അവനെ തട്ടണ്ടേടാ. അപ്പൊ അവൻ പറഞ്ഞ എന്നാ, ഞാൻ നിനക്ക് 10 ശേക്കൽ വെള്ളിയും ഒരു അരക്കച്ചയും തരുമായിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് അവൻ യോവാബിനോട് പറഞ്ഞത്, 1000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും 1000 ശേക്കൽ വെള്ളി എനിക്ക് തന്നാലും ഞാൻ രാജകുമാരന്റെ നേരെ കൈ നീട്ടുകയില്ല. കൈ നീട്ടത്തില്ല. കാരണം അടുത്തത്, അബ്ശാലോം കുമാരനെ ആരും തൊടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീനെന്ന് രാജാവ് നിന്നോടും അബീശായിയോടും ഇത്തായിയോടും ഞങ്ങൾ കേൾക്കയല്ലോ കൽപ്പിച്ചത്. നമ്മൾ ഇറങ്ങിയപ്പോഴേ ദാവീദ് പറഞ്ഞ വാചകം നീ മറന്നുപോയോ? എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം, അതുകൊണ്ട് ഞാൻ തൊടുകയില്ല. ഇപ്പം നീ 10 ചക്കയിൽ തരാമെന്ന് പറഞ്ഞ് 1000 ചക്കയിൽ തന്നാലും ഞാൻ തൊടുകയില്ല. സ്തോത്രം, സ്തോത്രം. ദൈവഹിത പ്രകാരം നടക്കട്ടെ. നമ്മുടെ മനസ്സും അങ്ങനെ ആയിരിക്കണം. സ്തോത്രം. തിന്മയെ തിന്മ കൊണ്ടല്ല, നന്മ കൊണ്ട് ജയിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇറങ്ങിയപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? എന്നെ ഓർത്ത് കുമാരനോട് കനിവ് തോന്നണം, അതുകൊണ്ട് നീ എനിക്ക് 1000 ശേക്കൽ തന്നാലും ഞാൻ കൃത്യത്തിന്. അവൻ എന്നാ പറഞ്ഞ അടുത്ത വാക്യം? 1000 യോടി. ഞാൻ അവന്റെ പ്രാണനെ ദ്രോഹിച്ചിരുന്നെങ്കിൽ രാജാവിനൊന്നും മറവായിരിക്കയില്ലല്ലോ. നീ തന്നെ എന്നോട് അകന്നു നിൽക്കുമായിരുന്നു. എന്നാൽ യോവാബ് ഞാൻ ഇങ്ങനെ നിന്നോട് സംസാരിച്ച് നേരെ ഞാനിങ്ങനെ സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറഞ്ഞ് നിൽക്കാൻ നേരില്ല. അവൻ അവിടെ കിടന്ന് ആടുകയല്ലേ, ഞാൻ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. അടുത്തത്, 3 കുന്തം കയ്യിലെടുത്ത് അബ്ശാലോം കരുവേലകത്തിൽ ജീവനോടെ തൂങ്ങിക്കിടക്കുമ്പോൾ തന്നെ അവയെ അവന്റെ നെഞ്ചിനകത്ത് കുത്തിക്കടത്തി, നെഞ്ചത്തോട്ട് കുത്തി അങ്ങ് കടത്തി. അതെന്തിനാ നെഞ്ചത്തോട്ട് കുത്തിയത്? അത് പറയാം. ദാവീദ് കൊട്ടാരമെല്ലാം വിട്ട്, കിരീടമെല്ലാം പോയി, പൊഞ്ചങ്കോലുമെല്ലാം തീർന്ന്, തലയെല്ലാം മൂടി, കാല് ചെരുപ്പിടാതെ ഓടിയപ്പോൾ നെഞ്ച് വേദനിച്ചാ ഓടിയത്. നേരെ അങ്ങോട്ട് കയറ്റി. ദാവീദ് രാജാവേ നെഞ്ച് പടഞ്ഞ കൊട്ടാരം വിട്ട് ഓടിയത്. ദൈവം കണ്ടു. ദാവീദൊന്നും ചെയ്തില്ല. സൂക്ഷം യോവാബ് നെഞ്ചത്തോട്ട് 3 കുന്തം അങ്ങ് കയറ്റി. സ്തോത്രം. പണ്ട് ഞങ്ങളുടെ ആനണി സാറുമായിട്ട് പരിശോധന പോയപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ 2 ദോഷം ചെയ്തു, ഒന്നായിരുന്നേ സഹിക്കായിരുന്നെന്ന്. പുള്ളിയുടെ ശൈലിയാണ്. എന്താ പറഞ്ഞാൽ, 1 കുന്തമായിരുന്നേ നമുക്ക് എന്തെങ്കിലും 3 എണ്ണം 3 കുന്തം അങ്ങോട്ട് കുത്തിക്കയറ്റി. വായിര്. യോവാബിന്റെ ആയുധവാഹകന്മാരായ 10 ബാല്യക്കാർ, യോവാബിന്റെ ആയുധവാഹകന്മാരാകുന്ന 10 ബാല്യക്കാർ വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്ന് എഫ്രയീമിനത്തിലെ കുഴിക്കകത്തവനെ തട്ടി. വായിച്ചോ സാറാ. വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. നിർത്ത്. അതെല്ലാം ദൂത് കിടക്കല്ലയോ. വളഞ്ഞു നിന്ന് യവന്മാരെല്ലാം കൂടെ വളഞ്ഞു നിന്ന് ദാവീദിനെ ഒതുക്കാൻ നോക്കിയത്. ഇപ്പൊ നേരെ തിരിഞ്ഞു. സ്തോത്രം. ഒരാളല്ലല്ലോ ദാവീദിനെ വളഞ്ഞത്, ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് എല്ലാം വളഞ്ഞു. അവൻ പറഞ്ഞാൽ നീ കൂടെ വരാൻ പറഞ്ഞു. അല്ല മറ്റവനെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. എല്ലാം അവനോടൊന്ന് ചേരുന്നു. നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിരുന്ന് വേണം ആലോചിക്കാൻ. അങ്ങനെ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് ആലോചിച്ചു. ആവിധങ്ങ് ഓടിപ്പോയി. ഓടി ഉള്ളി അങ്ങ് പോയി. മകൻ നിയമിച്ച നമ്മൾ വേറെ പുള്ളിയുടെ കാര്യമൊക്കെ ദൈവം നടത്തി. വേണ്ടേ കുരുങ്ങുന്നു. 10 പേരെ വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്നു. അടിച്ചു കൊന്നു.
10 ബാല്യക്കാർ വളഞ്ഞിട്ടടിച്ചെന്ന വളഞ്ഞു നിന്ന് അബ്ശാലോമിനെ അടിച്ചു കൊന്നു. വളഞ്ഞിട്ടടിക്കും. ദാവീദ് അടിക്കത്തില്ല, പക്ഷെ വേറെ കക്ഷികൾ 10 ബാല്യക്കാർ വളഞ്ഞിട്ട് അടിക്കും. വളഞ്ഞിട്ടടിക്കുന്നത് പോട്ടെ, ഇപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ യോവാബ് കാഹളം ഊതി. യോവാബ് ജനത്തെ വിലക്കിയത് കൊണ്ട് അവർ ഇസ്രായേലിനെ പിന്തുടരുന്നത് വിട്ടുമടങ്ങി. അബ്ശാലോമിനെ അവർ എടുത്ത് വനത്തിൽ ഒരു വലിയ കുഴിയിലിട്ടു. അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം കൂട്ടി. ഒരു വലിയ കുഴിയിലിട്ട് അവന്റെ മേൽ ഏറ്റവും വലിയൊരു കൽക്കൂമ്പാരം ഭയങ്കര കുഴിക്കകത്തോട്ടെടുത്തിട്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, നിന്നോട് നോക്കേ, കസാരയിലിരിക്കാൻ കുതന്ത്രം ഒപ്പിച്ചതാ. ഇപ്പൊ എവിടെ കിടക്കുക? ദാവീദിരുന്ന കസേര പിടിച്ചെടുക്കാനായി തന്ത്രമല്ല ഒപ്പിച്ചത്. വന്ന് ഭവിച്ചത് കണ്ടോ? സ്തോത്രം. വളഞ്ഞിട്ട് 10 ആദ്യം 3 കുന്തം പള്ളേ കയറ്റി, ആദ്യം തൂങ്ങിക്കിടന്ന് ആടി. എനിക്കൊന്നത് ഫേസ്ബുക്കിലും കണ്ടിട്ടെന്ന് തോന്നുന്നു. അത് മിക്കവാറും ഇടും. തൂങ്ങിക്കിടന്ന് ആടുന്നത്, പിന്നെ 3 കുന്തം പള്ളേ, അതിൻ്റെ 2 ഫോട്ടോ, പിന്നെ 10 പേര് വളഞ്ഞിട്ട് അടിച്ചു കൊല്ലുന്നതിൻ്റെ ഫോട്ടോ, എടുത്തവൻ കുഴിയിലെടുത്ത. പ്രൈസ് ദി ലോർഡ്. കസേരയിലിരിക്കാൻ ആർത്തി പൂണ്ട് ചെയ്തതാ. ഇപ്പം വന്ന് കിടക്കുന്നത് എവിടാ? സ്തോത്രം, സ്തോത്രം. ബതയ്ക്കുന്നത് കൊയ്യും, ബതയ്ക്കുന്നത് കൊയ്യുമെന്ന്. ഞാൻ ഇനി ആ ഭാഗം അധികം അങ്ങ് വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അങ്ങനെ ഇവനെ പ്രിയമനത്തിലെ കുടിക്കകത്ത് തട്ടി. ദാരുണ മരണം. ആർക്കും ഇത് വരാതിരിക്കട്ടെ. അതുകൊണ്ട് ഇനിയുണ്ട് സമയം. അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ക്രമീകരണം വരുത്തി, സ്തോത്രം, നിരപ്പ് പ്രാപിച്ച് ഞാനും നിങ്ങളും യഥാസ്ഥാനപ്പെട്ട് വന്നാൽ നിശ്ചയമായിട്ടും വിടുതലുണ്ട്. അതല്ല പിന്നെയും അതിൽ തന്നെ മുഴുകി പോകുന്നെങ്കിൽ ദോഷം വന്ന് ഭവിക്കരുതെന്നാണ് എൻ്റെ പ്രാർത്ഥന. സ്തോത്രം, സ്തോത്രം. ദാരുണമായിട്ട് ആള് നശിച്ചു പോയി. ആട്ടെ, ഇനി മുമ്പോട്ട് ആ ഭാഗം അങ്ങ് ഓടിച്ചു പോകാം. ഇടയ്ക്കത്തെ ഇവൻ ചത്ത കാര്യം വന്ന് ദാവീദിനോട് പറയുന്ന ഭാഗമുണ്ട്. ആദ്യം ഈ സാദോക്കിൻ്റെ മകൻ അഹീമാസ് ഇത് പറയാൻ ഒരുങ്ങിയപ്പം പറഞ്ഞ്, നീ പോരുത്, ഇല്ല ഇങ്ങനെയുള്ള വാർത്ത ദാവീദ് പടിവാതിക്കലിരിക്കുക, അപ്പോൾ നീ എന്ന് അത് പറയരുത്, പറഞ്ഞാൽ പിന്നെ അത് പ്രശ്നമാകും. അപ്പം പിന്നെ ആര് പറയും? ഒരു കാര്യം ചെയ്യണ്ട, അവൻ്റെ ഒരു ക്രൂശനുണ്ട്, അവനെ നമുക്ക് വിടാമെന്ന് പറഞ്ഞു. ഒരു ക്രൂശ്യൻ, അവൻ കയറി ഏക്കുന്നവനാ. അപ്പോൾ ക്രൂശനെ നമുക്ക് വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ ക്രൂശനെ ആദ്യം ഓടിച്ചു. അവൻ ഓടി, പക്ഷേ അഹിമാസ് വേറൊരു വഴി കൂടെ ഓടി. അപ്പം ബാല്യക്കാരൻ പറഞ്ഞാണ്ട് ഒരുത്തൻ ഓടി വരുന്നെന്ന് പറഞ്ഞു ദാവീദിനോട്. അപ്പോൾ ദാവീദ് പറഞ്ഞു, ആരാന്ന് ചോദിച്ചു. ഒരുത്തനാണെങ്കിൽ നല്ല വർത്തമാനമാണ് വരുന്നത്, സത്വർത്തമാനം. കഴിഞ്ഞപ്പോൾ പുറകെ ആണ്ട് വേറൊരുത്തനോട് വരുന്നെന്ന് പറഞ്ഞു. അവന്മാർ ഓടി ഈ ക്രൂശന് മുമ്പേ അഹീമാസ് ഓടിച്ചെന്നു. ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. ദാവീദിനോട് ചെന്ന് പറഞ്ഞു, ദാവീദ് ചെന്തു ആ വർത്തമാനം? ദാവീദിന് വിരോധമായിട്ടുള്ള ശത്രുക്കളെയെല്ലാം ഒതുക്കുക. അപ്പോൾ ചോദിച്ചു, അബ്ശാലോം കുമാരൻ എന്തോ അത് ഞാൻ അവിടെ വലിയ കലഹവും ബഹളവും കേട്ട് അതിനിടെ ഞാൻ മറന്ന് എന്നാന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ നീ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. നമ്മൾ ക്രൂശൻ നേരെ കയറി വന്നേച്ച് പറഞ്ഞു, സ്തോത്രം, രാജാവിൻ്റെ ശത്രുക്കൾക്കെല്ലാം അബ്ശാലോമിന് ഭവിച്ചത് ഭവിക്കട്ടെ. അയ്യോടാ, ദാവീദിന് മനസ്സിലായി അബ്ശാലോം മരണപ്പെട്ടു. 32 വാക്യം വായിച്ച 18-32.
അപ്പോൾ രാജാവ് കൂശനോട് അബ്ശാലോം കുമാരൻ സുഖമായിരിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് കൂശ്യൻ, യജമാനനായ രാജാവിന്റെ ശത്രുക്കളും നിന്നോട് ദോഷം ചെയ്യുവാൻ എഴുന്നേൽക്കുന്ന എല്ലാവരും ആ കുമാരനെ പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഉടനെ രാജാവ് നടുങ്ങി പടിപ്പുര മാളികയിൽ കയറി, എന്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. ആ പിതാവിന്റെ ഹൃദയവേദന നോക്കിയേ. ഈ നാശകോടാലിയെല്ലാം ഒപ്പിച്ച് അവസാനം അവൻ വിതച്ചത് കൊയ്ത് ദൈവത്തിന് മഹത്വം, അവൻ തകർന്ന് അവൻ മരിച്ചുവെന്നുള്ള ആ വാർത്ത അയ്യോ ദാവീദ് കേട്ടു. നടുങ്ങിപ്പോയി. സ്തോത്രം. സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്, നീ ദേശത്തെ നടുക്കി ഭിന്നിപ്പിച്ചെന്ന. വേറൊരു സബ്ജക്റ്റിൽ ആ വാക്യം വന്നെങ്കിലും അതിങ്ങോട്ട് കടമെടുക്കുക. നടുങ്ങി. എങ്ങനെ നടുങ്ങാതിരിക്കും? അടിതൊട്ട് മുടിവരെ ഊനമില്ലാത്തവൻ, സകല ഇസ്രയേലിലും സൗന്ദര്യം കൊണ്ട് ശ്ലാഘ്യനായവൻ, സ്തോത്രം, മിടുമിടുക്കൻ, കൊലകൊമ്പൻ, ദാവീദിന്റെ പുത്രൻ, ബഹുപ്രാപ്തൻ. അതിൻ്റെ ഗതികേട് കണ്ടോ? മുടിയെല്ലാം കൂടെ കയറി കരുവേലകത്ത് കുടിഞ്ഞ് തൂങ്ങിക്കിടന്നാടി 3 കുന്തം പള്ളേ കുത്തിക്കയറ്റി 10 പേര് വളഞ്ഞിട്ട് പട്ടിയത്തലും പോലെ തല്ലിക്കൊന്ന് ഒരു നല്ല അടക്കം പോലും കിട്ടാതെ എടുത്ത് കുഴിക്കകത്ത് തട്ടി. ആരാ നടുങ്ങാതിരിക്കുന്നത്? നടുങ്ങിപ്പോയി. ദാവീദ് നടുങ്ങിയിട്ട് കരയുക, എൻ്റെ മകനെ അബ്ശാലോമേ, എൻ്റെ മകനെ അബ്ശാലോമേ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. സ്തോത്രം. അപ്പൻ്റെ ഹൃദയം കണ്ടോ? അയ്യോ, ഞാൻ നിനക്ക് പകരം മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. അബ്ശാലോമേ, എൻ്റെ മകനെ എന്നിങ്ങനെ പറഞ്ഞു കരഞ്ഞുകൊണ്ട് നടക്കും. ഹൃദയവേദന. അയ്യോ, നിനക്ക് പകരം ഞാൻ മരിച്ചിരുന്നെങ്കിൽ. അത് ദാവീദിന്റെ ആ മനസ്സാ. ഒരു മനുഷ്യന് വേണ്ടി വേറൊരു മനുഷ്യൻ പകരം അങ്ങനെ മരിക്കാറില്ല. എന്നാൽ സകല മനുഷ്യർക്കും പകരമായി മരിച്ച ഒരുവനുണ്ട്. സകല മനുഷ്യവർഗത്തിനും വേണ്ടി മരിച്ച ഒരുവനുണ്ട്. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. വായിച്ച റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം വായിച്ചോ. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 7 മുതൽ വായിച്ചേ പെട്ടെന്ന്. യോടി നിങ്ങൾ വായിച്ചതാ. നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം. ഗുണവാന് വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മളോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ദാവീദ് ഇവിടെ പറഞ്ഞ, അയ്യോ നിനക്ക് പകരം ഞാൻ മരിച്ചാൽ കൊള്ളായിരുന്നു, പക്ഷേ മരിച്ചൊന്നുമില്ല. ഇത് അന്യോന്യം പറയുന്നതാ. പക്ഷേ എല്ലാവർക്കും വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. നീ ബുദ്ധനായിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, ഹൈന്ദവനായിക്കോട്ടെ, മുസ്ലിം സഹോദരനാകട്ടെ, നിരീശ്വരവാദി ആകട്ടെ, അക്രൈസ്തവനാകട്ടെ, നാമധേയ ക്രിസ്ത്യാനി ആകട്ടെ, കറുത്തവനോ വെളുത്തവനോ, കുബേരനോ കുചേലനോ, പണ്ഡിതനോ പാമരനോ ആരുമാകട്ടെ, സകല മനുഷ്യർക്ക് വേണ്ടി മരിച്ച ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമുക്ക് വേണ്ടി ജീവനെ തന്നവൻ, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവൻ, നമുക്ക് വേണ്ടി ജീവനെ ഏൽപ്പിച്ചവൻ, നമുക്ക് വേണ്ടി യാഗമായവൻ, നമുക്ക് വേണ്ടി മരിച്ച നസറയനാകുന്ന യേശു ക്രിസ്തു. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. യേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. യേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു.
കള്ളൻ ക്രൂശിൽ പാപയാതി കണ്ടിയുറവായിൽ നീ അവനെ പോൽ ഞാനും ദോഷി കണ്ടൻ പ്രതിശാന്തി എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വസിക്കുന്നു. പാപമെന്നിൽ നിന്നു നീക്കാൻ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നമുക്ക് വേണ്ടി മരിച്ച ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇവിടെ അപ്പന്റെ ഹൃദയമാ, എൻ്റെ മകനെ നിനക്ക് പകരം ഞാൻ മരിച്ചെങ്കിൽ കൊള്ളായിരുന്നു. പകരം മരിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. മുഴു ലോകത്തിനു വേണ്ടി മരിച്ചവൻ ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിനെ സേവിച്ചും ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും മാനിച്ചും ജീവിതം തീർക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ. അതെ, ഇങ്ങനെ ദാവീദ് അബ്ശാലോമിനെ ചൊല്ലി ഇങ്ങനെ വിലപിച്ച് ഇരിക്കുക. സ്തോത്രം. അപ്പോൾ അങ്ങനെ വിലപിച്ചിരുന്ന് ഞാൻ ആ ഇടയ്ക്കത്തെ ഭാഗമെല്ലാം അങ്ങ് വിട്ടേച്ചേ. അബ്ശാലോം അങ്ങ് മരിച്ചു, ആകെ പരുവക്കേടായി. ജനമെല്ലാം കൂടെ ഒന്നിച്ച് സമ്മേളിച്ചു പറഞ്ഞു, ഇസ്രായേൽ എല്ലാവരും കൂടെ താൻ്റെ കൂടാരങ്ങളിൽ ഓടിപ്പോയതാ, വീടുകളിൽ പോയി. എല്ലാം തിരിച്ചു വന്നേച്ച് പറഞ്ഞു, പിന്നെ ഇപ്പം നമുക്ക് നിലവിൽ രാജാവില്ല, ദാവീദ് ഇപ്പം സ്ഥലത്തില്ല, അബ്ശാലോം തീർന്നു. അതുകൊണ്ട് നമുക്ക് രാജാവിനെ തിരികെ കൊണ്ടുവരണം. പുള്ളി മകനെയും കൂടെ എല്ലാം ഓടി അങ്ങ് പോയില്ലേ. അപ്പം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ആരെ? ദാവീദിനെ സൂക്ഷം തിരിച്ചു ദൈവം കൊണ്ടുവരും. ധരിച്ചു വെച്ചത് ആ ഒറ്റ ഓട്ടം ഓടി പുള്ളി നേരെ ഓടി കാവാലത്തെങ്ങാനും ഒരു പരക്കകത്ത് കയറി പമ്മി ഇരിക്കുവന്ന ഇല്ല, സൂക്ഷം തിരിച്ചിവിടെ കൊണ്ടുവരും. സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. യവന്മാരെല്ലാം കൂടെ കരുതിയത്, അബ്ശാലോമും അഗീഥോബേലും എല്ലാം കൂടെ കരുതിയത്, ഈ കുരുക്കെല്ലാം കൂടെ ഒപ്പിക്കുമ്പോൾ പുള്ളി തിരുവല്ല എന്നൊരൊറ്റ ഓട്ടം ഓടി കാവാലത്ത് എന്ന് അവിടെ കണ്ട് 3-4 വീടുണ്ടെന്നാ പറഞ്ഞത്. അതൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അതിലേതേലും ഒരു വീട്ടിൽ കയറി കട്ടിലിനടിയിൽ കയറി പാത്തിരിക്കും. പിന്നെ വെളിയിലോട്ട് ഇറങ്ങുകയല്ല, ഇല്ല കൂർമ്മം തല നീട്ടുന്നത് പോലെ. മനസ്സിലായില്ലേ? ആമയെ ആമ തല നീട്ടുന്ന പോലെ പുള്ളി കാവാലത്തിരുന്ന് ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ നീ തൊട്ട സ്ഥലം മാറിപ്പോയി, നീ കൈ വച്ച സ്ഥലം മാറി. സ്തോത്രം, സ്തോത്രം. അയ്യോ, ഈ ജനമെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയാ പറഞ്ഞു, നമുക്ക് രാജാവിനെ തിരിച്ചു കൊണ്ടുവരണം. വായിച്ചേ 9-ാം വാക്യം 19:9. ഇസ്രായേലിയർ താങ്കളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. ഈ വിഷയം വന്നപ്പോ എല്ലാവരും ഓടിപ്പോയതാ. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. ജനമെല്ലാം കൂടെ പിന്നെ തമ്മിൽ തർക്കിച്ചേടാ, വീഡിയോ ഉണ്ടെന്നാ ഒരാൾ പറയുന്നത്. അപ്പം പറഞ്ഞു ഇല്ലല്ല വീഡിയോ ഇല്ല. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു ഇല്ലല്ല വീഡിയോ ഉണ്ടെന്ന് അവർ പറഞ്ഞല്ലോ. തർക്കമാ. ശനിയാഴ്ചയൊക്കെ നല്ല തർക്കം നടന്നതാ. വീഡിയോ കാണും, അല്ലേ പുള്ളി ഒന്നും മിണ്ടുന്നില്ലല്ലോ. തങ്കച്ചാനിപ്പോളാ വീട് കിട്ടി തർക്കം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് ഇച്ചിരി ഇല്ലാതെ നാറുകയല്ല. ആ ഇച്ചിരി എന്നുള്ളത് നിങ്ങളങ്ങ് പൂരിപ്പിച്ചാൽ മതി. ഒരല്പം ഇല്ലാതെ തർക്കമായി. വേറൊരു പുള്ളി പറഞ്ഞ ഇച്ചിരി തീപ്പൊരി ഒന്നുമില്ലാതെ
ഒത്തുകയില്ല. ഏ അപ്പോൾ ഒരുത്തൻ പറഞ്ഞ് വീഡിയോ ആരുടെയിലായിരിക്കുന്നത്? വീഡിയോ അല്ല, അജിയുടെയിലായിരുന്നു വീഡിയോ. അവൻ പിന്നെ ലവന് കൊടുത്തു. ലവൻ പിന്നെ അതെടുത്ത് അമേരിക്കയിലൊരുത്തന് കൊടുത്തു. അവർ 3 പേരും കൂടെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ തർക്കമായി, തമ്മിൽ തർക്കിച്ചു. തമ്മിൽ തർക്കിക്കുക. അപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞ് നമുക്ക് കൊണ്ടുവരണോ എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊണ്ടുവന്നാൽ നമുക്കൂടെ നാണക്കേടാ. അല്ല, നമ്മൾ പുള്ളിനെ ഇപ്പോൾ ഉടനെ വിളിക്കാതിരിക്കുന്നതാ നല്ലത്. അപ്പം വേറൊരു പുള്ളി പറഞ്ഞു, പുള്ളിയായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വലിയ ബന്ധമൊന്നും ഒരു ബന്ധവും. ഇങ്ങനെ സഭയെ വരുമ്പോൾ കാണും, അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല, പിന്നെ പറയാൻ അവസരം വരും. ഇല്ല, കയറിക്കൊണ്ടാളി അവിടെ കൊണ്ടുവന്ന് ചോദിക്കുന്ന പോലെ ഇപ്പം വേണ്ട. അപ്പം ഇവിടെ തർക്കം. ഒട്ടാലിയമ്മ ഈ വിഷയം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ എഴുന്നേറ്റത്. ഞാൻ കണ്ടു, അതുവരെ മയങ്ങായിരുന്നു. ഞാൻ കണ്ടെല്ലാം, ഞാനിവിടെ നിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നല്ല ഉറക്കമായിരുന്നു. ഞാനിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അമ്മ ചാടി എഴുന്നേറ്റ് ഒരു സന്തോഷമൊക്കെ ആയി. ആട്ടെ, അമ്മയും സന്തോഷിക്കും. 9-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഇസ്രായേലിയർ താന്താങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. ജനമെല്ലാം കൂടെ തമ്മിൽ അങ്ങോട്ട് തർക്കിച്ചു. 2 പക്ഷമായി തർക്കിച്ചു. അടുത്തത്, രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. അടുത്തത്, ഇപ്പോഴോ അബ്ശാലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. ഞാൻ പോയില്ല, ഞാനിവിടെ വെള്ളാപ്പള്ളി തന്നെ ഉണ്ടായിരുന്നു. നാടും വീടും എല്ലാം വിടിയിക്കാനാ നോക്കിയത്, പക്ഷേ പോയില്ല. ഇവിടെ ഉപവാസ പ്രാർത്ഥന ആയതുകൊണ്ട് അങ്ങോട്ട് പോകാനാ. ഇവർ തർക്കിച്ചേച്ചി പറഞ്ഞു പുള്ളി നാട് വിട്ട്. അടുത്ത 10-ാം വാക്യം വായിച്ചേ. നമുക്ക് ശ്രദ്ധേയമായ വാക്യമാ, ശ്രദ്ധിച്ചോണം. അടിവര കിട്ടോണം, 3-4 വരെ കിട്ടൂ. ശ്രദ്ധേയമായ പ്രധാനപ്പെട്ട ഒരു വാക്യമാ. 10-ാം വാക്യം ഒന്നുകൂടെ വായിര്. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്ശാലോമോ പടയിൽ പട്ടുപോയി. മതി നിർത്ത്, ഞാൻ പറയാം. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്ത അബ്ശാലോം. അതാ പരുവക്കേടായത്. നമുക്ക് രാജാവായിട്ട് നമ്മളാണോ അഭിഷേകം ചെയ്യേണ്ടത്? ദൈവമല്ലേ അഭിഷേകം ചെയ്യണ്ടേ? നീയെല്ലാം കൂടെ കൂടി അഭിഷേകം ചെയ്തതാ ഈ കളിയെല്ലാം കിടന്ന്. ദൈവം അഭിഷേകം ചെയ്തവനാ ദാവീദ്. അവനായി സ്ഥാനത്തിരിക്കേണ്ടത്. നീയെല്ലാം കൂടെ തന്ത്രമെല്ലാം കൂടെ ഒരുക്കി നമുക്ക് രാജാവായിട്ട് നമ്മൾ ഒരുത്തനെ അങ്ങ് അഭിഷേകം. എന്നാ വാടാ, ഇന്ന അഭിഷേകതയില്ല. അവൻ്റെ തലയിലിട്ട് അവനെ പറഞ്ഞ് ഞാൻ ഞങ്ങളുടെ അഭിഷിക്തൻ. പിന്നെ അവന് പേരും കൊടുത്ത് പാസ്റ്റർ ഡോക്ടർ സോയാൻ. അവൻ തന്നെ പാസ്റ്റർ. നമുക്ക് രാജാവായി നാം അഭിഷേകം. അതായി കുഴപ്പടിയായി പോയത്. നമ്മളാണോ അഭിഷേകം ചെയ്യണ്ടേ? ദൈവം അല്ലേ അഭിഷേകം ചെയ്യണ്ടേ? യഹൂവിനോട് പറഞ്ഞു തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഓടിക്കോളാൻ പറഞ്ഞു. ഓടെ അല്ല, പ്രവാചകനോട് പറഞ്ഞു ഓടിക്കോ. അവിടെയാണ്ട് നായകന്മാരുടെ കൂട്ടത്തിൽ യേഹൂ ഇരിപ്പുണ്ട്. നിമിഷിയുടെ മകൻ യേഹൂ. നീ തൈലക്കൊമ്പിൽ തൈലമെല്ലാം നിറച്ച് ഓടണം, സൂക്ഷം അങ്ങോട്ട് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ നായകന്മാരുടെ നടുവിൽ നിമിഷിയുടെ മകൻ യേഹൂ കാണും. അപ്പൊ പറയും, നായക, എനിക്ക് നിന്നോടൊരു കാര്യം ബോധിപ്പിക്കാനുണ്ട്. അവൻ ചോദിക്കും കാര്യം എന്നാണ്. അപ്പം അങ്ങനെ തന്നെ ചോദിച്ചു, എന്താ കാര്യം? അത് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് എന്നെ പറഞ്ഞാട്ടെ. ഇല്ലില്ല, ഒറ്റയ്ക്കേ പറയുള്ളൂ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്ത് ഉൾമുറി കയറ്റി തൈലപാത്രത്തിൽ തൈലമെടുത്ത് തലയിൽ ഒഴിച്ചു പറഞ്ഞു, നിന്ന ദൈവൻ അഭിഷേകം ചെയ്തെന്ന്. അങ്ങനെ അഭിഷേകം അല്ല, ചുമ്മാ 2 വാക്യവും അറിയാം, ഒരു പാട്ടിൻ്റെ മൂലം അറിയാം, ഒരു ബൈബിളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ പാഷാന്നും പറഞ്ഞിറങ്ങരുത്. 5-6 പേര് വിളിച്ചു പാഷേ സ്തോത്രം. പുള്ളി തന്നെ അങ്ങ് പാഷായി. നമുക്ക് രാജാവായി നാം. അതല്ലേ ഇങ്ങനെ കുഴഞ്ഞു പോയത്. ദൈവം അഭിഷേകം ചെയ്യണം.
അപ്പോൾ ശമൂവേൽ തൈലക്കൊമ്പിലെ തൈലമെടുത്ത് ദാവീദിന്റെ ശിരസിലൊടിച്ചു. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് ശൗലിന്റെ മേൽ ഒടിച്ചു. ശൗലിന്റെ മേൽ ഒടിച്ചത് തൈലപാത്രത്തിൽ നിന്നാണ്. ദാവീദിനൊടിച്ചതോ തൈലക്കൊമ്പ. വ്യത്യാസം കണ്ടോ? അഭിഷേകത്തിന് വ്യത്യാസമുണ്ട്. വായിക്കും. ഞാൻ റെഫറൻസ് അങ്ങ് മറന്നു, ഇതൊക്കെ വായിക്കുന്നതാ. എന്നാലും യോടി നിങ്ങളെ ആദ്യം ശമൂവേലിന്റെ 1-ാം പുസ്തകം 10-1 വായിച്ചേ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച്. അവന്റെ തലയിൽ ഒഴിച്ചു. ആരുടെ തലയിൽ ഒഴിച്ചു? യോടി, ശൗലിന്റെ. അപ്പൊ ശമൂവേൽ തൈലപാത്രം, അത് പാത്രത്തിനകത്തെ തൈലം. ഇനി 16-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെ കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. മതി, എല്ലാം വ്യാഖ്യാനിക്കാൻ നേരമില്ല. ശൗലിന്റെ തലയിലോട്ട് പാത്രത്തിലെ തൈലമാ ഒഴിച്ചത്. ദാവീദിന്റെ തലയിലോ വ്യത്യാസമുണ്ട് അഭിഷേകത്തിന്. അതിന് അസൂയ പൂണ്ടിട്ട് കാര്യമൊന്നും. ദൈവം ചെയ്തല്ലേ. നീ ഉടനെ അതിനിരുന്ന് കുരുക്കെല്ലാം കൂടെ ഒപ്പിക്കണോ? പുള്ളി ചെല്ലുന്ന ആള് കൂടും, നമ്മൾ ചെല്ലുന്ന ആള്. അത് ഈ അഭിഷേകത്തിന്റെ വ്യത്യാസം അല്ല, പുള്ളിയുടെ കഴിവൊന്നുമല്ല. പുള്ളിയുടെ പ്രസംഗം എല്ലാവരും കേൾക്കും, അത് പുള്ളിയുടെ കഴിവല്ല, ദൈവത്തിന്റെ അഭിഷേകം. അസൂയാന്നീ. 2 സാധനത്തിന് മരുന്നില്ലെന്നാ പറയുന്നത്. അതിലൊന്നിനിപ്പം മരുന്നല്ലെങ്കിൽ ആണ്ടല്ലേ ഇപ്പം വെക്കുന്നുണ്ട്. ദൈവം അഭിഷേകം ചെയ്യണം. സ്തോത്രം. ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കണം. ഇവിടെ പറയാം, നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്ത അബ്ശാലോ പേടയിൽ പട്ടെന്ന്. ഇവൻ സൂത്രത്തിൽ അഭിഷേകമെല്ലാം മേടിച്ച് വന്നതാ. അതാ പട്ടുപോയത്. സൂത്രം കാണിച്ച സൂത്രം. ദൈവം അഭിഷേകം ചെയ്തവൻ ആണ്ട് ഓടി നടക്കുന്നു. ഇവരെല്ലാം കൂടി അഭിഷേകം ചെയ്തവൻ ഇപ്പൊ താണ്ട് കിടക്കുന്നു, പട്ടു. ഈ സൂത്രത്തിൽ എന്തേലുമൊക്കെ ഒപ്പിച്ചാൽ അത് നിലനിൽക്കുന്നതല്ല തങ്കച്ചായ. തന്ത്രങ്ങൾ മെടഞ്ഞും സൂത്രങ്ങൾ മെടഞ്ഞും കുതന്ത്രമുണ്ടാക്കി മറ്റൊരുത്തനെ ചതിച്ചും വഞ്ചിച്ചും അവനെ പീഡിപ്പിച്ച് ഉപദ്രവിച്ച് നീ എന്തേലുമൊക്കെ ഒപ്പിച്ചാൽ അതൊന്നും നിലനിൽക്കുന്നതല്ല. ഹല്ലേലൂയ. നിൽക്കുകയല്ല. ഒരു തെളിവ് ഒത്തിരി ഉണ്ട്. ഒരു തെളിവ് ഞാനെപ്പോഴും പ്രസംഗിക്കുന്ന ഭാഗമാണ്, നിങ്ങൾക്കും അറിവുള്ളതാ. എന്നാലും സന്ദർഭം വന്നുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയാം. ഈ ആദമിൻ്റെ വംശം പഠിക്കുമ്പോൾ 2 നിലയിലാണ് തലമുറ. ഒന്ന് എൻ്റെ ഭാഷയല്ല, ഗുണപ്പെട്ട തലമുറയും ഗുണപ്പെടാത്തതും. അതിൽ ഗുണപ്പെടാത്ത തലമുറയിൽപ്പെട്ടതാണ് കയീനും അവൻ്റെ സന്തതി പരമ്പരകൾ. ഗുണപ്പെട്ട തലമുറയിൽപ്പെട്ടതാണ് ഷേത്ത്, ഏനോഷ്, കേനാൻ, മഹലേൽ, യാരദ്. അവരെല്ലാം ഗുണപ്പെട്ടതാണ്. എൻ്റെ ശൈലി പറയുക. വായിച്ചേ. ഈ ഭാഗം കളയരുത്. ഇതിൻ്റെ ബാക്കി വൈകിട്ട് ഇന്ന് ഇതൊക്കെ ഇന്ന് ഇങ്ങനെ വചനം ഇങ്ങനെ ഞാൻ ഇങ്ങനെ വചനം പറയുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? മടുക്കുന്നുണ്ടോ? പുള്ളി അമ്മായിരുന്നു ആവശ്യമില്ലാത്തെല്ലാം പറയാറ്. അങ്ങനെ അങ്ങനെ മടുക്കുന്നുണ്ടോ? വചനത്തിൽ നിന്നല്ലേ പറയണേ. അതുപോലെ ചൂടെ പറയട്ടെ.
ആദാം ത- ഏ ആദാം തന്റെ ഇതാ എന്നാ സാറ വായിച്ചോ? ഏ പാപം ചെയ്ത ആദമിനെയും ഹവ്വയെയും ദൈവം തോട്ടത്തിന് വെളിയിലാക്കി. രണ്ടുപേരും തോട്ടത്തിൽ നിന്ന് പുറത്തായി, ഔട്ടായി. ദൂതനെ ദൈവം അവിടെ വാളുമൊക്കെ ആയിട്ട് നിർത്തി. അതിന് കാരണം പല കാര്യമാ. കയറി തള്ള ചാടി ഇതിനകത്ത് കയറാൻ സാധ്യത. ഏ ഓ ഉണ്ട്. ആ ചാമക്ക് ഒന്നുകൂടെ ഒന്ന് കയറി അവിടെ ജ്വാല. എന്തായാലും കൊള്ളാം, ആദി മാതാപിതാക്കളായ ആദമും ഹവ്വയും തോട്ടത്തിന് വെളിയിൽ ആയി. രണ്ടുപേരും ജീവിതം ആരംഭിച്ചു. ഒരു കൊച്ചനുണ്ടായി. വായിച്ചേ, ആ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അനന്തരം മനുഷ്യൻ തന്റെ ഭാര്യയായ ഹവ്വയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ച് കയീനെ പ്രസവിച്ചു. അപ്പൊ ഈ തള്ള പറഞ്ഞ സാക്ഷി അടുത്ത വാക്യം: യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. തോട്ടത്തിനും വെളിയിലായി, തേജസ്സും പോയി, ദൈവകൃപയും പോയി. എന്നാലും തള്ളയ്ക്ക് സാക്ഷി കൊടുത്തപ്പോൾ പറയാ: നല്ലവനും വല്ലവനും വിശ്വസ്തനും, ദൈവകൃപയാൽ എനിക്കൊരു യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ. അങ്ങനെ ആ സാക്ഷി പറഞ്ഞേ, യഹോവയാൽ. അതാ ശരിയായ നിലയിൽ പഠിച്ച് തലമുറയെ ദൈവം തരുന്നതാ. ദൈവം അറിയാമല്ല തലമുറ. എന്നാലും ഈ കേസ് അങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം കൂടെ വായിച്ചത് വായിക്കുമ്പോൾ കുറെ കൂടെ ബോധ്യപ്പെടും. യോഹന്നാന്റെ 1-ാം ലേഖനം 3:12 മതി. കയീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി. ഈ തള്ള എന്നാ പറഞ്ഞേ? യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജ. യോഹന്നാൻ വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. ഈ അമ്മ പറഞ്ഞ എന്നാ? ഇതിലേതാ ശരി? പിശാചിനാൽ ഈ സന്തതി ജനിച്ചെന്നല്ല അതിൻ്റെ അർത്ഥം. പൈശാചിക ചിന്ത, പൈശാചിക വിചാരങ്ങൾ, ഇങ്ങനെയുള്ള വികാരങ്ങളാൽ ജനിച്ചതാ. പക്ഷെ അമ്മ സാക്ഷി പറഞ്ഞപ്പം ഒരു പാട്ടുമൊക്കെ പാടി: അർഹിക്കാത്ത നന്മകളും. ഏതാ? കയ്യിനെ എടുത്തോണ്ടാ. നമ്മുടെ പെന്തിക്കോസുകാരുടെ രീതിയിലാണ് ഞാൻ പറഞ്ഞത്. സാക്ഷിക്ക് കൊച്ചുമായിട്ട് വന്നു. പാഷ പറഞ്ഞ് സാക്ഷിക്കുള്ള സമയമാണ്. നമ്മുടെ ഔവാമാമ ഇന്ന് സഭായത്തിന് ഉണ്ട്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഔവാമാമ വന്നേക്കുന്നത്. അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് സാക്ഷ്യത്തിന് ഉണ്ട്. അമ്മാമ്മ കൊച്ചിനെ എടുത്തോണ്ടാ. അർഹിക്കാത്ത നന്മകളും കേകിടും ജയാനിധേ, അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ജയാനിധേ. പരിശുദ്ധാമത്തിന് അമ്മയുടെ സാക്ഷി ഞാനങ്ങ് പറയാ. ദൈവനാഥത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങളിതിനൊന്നും യോഗ്യരല്ലായിരുന്നു. ഞാനും പ്രിയച്ചായനും തോട്ടത്തിൽ കുറേ നാളുകൾ പാർത്തു. ജീവിതത്തിൽ ബലഹീനതകളും അപാകതകളൊക്കെ വന്നു, പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും കർത്താവ് ഞങ്ങളെ നടത്തുന്നു. ചില വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഞങ്ങൾ തോട്ടത്തിന് വെളിയിലാകുവാൻ തക്കവണ്ണം ഇടയായി. തോട്ടത്തിന് വെളിയിൽ പോയെങ്കിലും ഞങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞില്ല, ഒന്നിച്ച് തന്നെ ഞങ്ങൾ ജീവിച്ചത്. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഞങ്ങൾ ഒത്തിരിയും പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങൾക്കൊരു തലമുറയെ തരണം. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനയെ കേട്ടു നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യഹോവയാൽ എനിക്കൊരു
അന്നേരം യോഹന്നാൻ പറയാ, കയ്യിൻ ദുഷ്ടനിൽ നിന്നുള്ളവനാൽ. സ്തോത്രം. അടെ ഞാൻ വിവരിക്കുന്നില്ല. കയ്യിൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി. അപ്പൊ എന്തായാലും ഈ അമ്മ സാക്ഷിയെല്ലാം പറഞ്ഞ് കയ്യിന് ഒരു തലമുറ ഉണ്ടായി. അടുത്ത വാക്യം വായിച്ചേ. കയ്യിൻ പിന്നെ അവൾ അവന്റെ അല്ലല്ല 4-ാം അധ്യായത്തിന്റെ 16 മുതൽ വായിച്ചേ. അങ്ങനെ കയ്യിൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇവനെ ഹാബേലിനെയൊക്കെ കൊന്നേച്ച് വരുന്ന വഴിയാ. അതൊന്നും ഞാനിപ്പം വിവരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. യഹോവയുടെ സന്നിധിയിൽ നിന്ന് അങ്ങനെ കയ്യിൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. അടുത്തത് കയ്യിൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു. ഹാനോക്ക് കൈ ആദമിന്റെ മകനാകുന്ന കയ്യിന്റെ മകനാകുന്ന ഹാനോക്ക്. അവനൊരു പട്ടണം പണിതു. ആര് പട്ടണം പണിതു? ഹാനോക്കല്ല, അവൻ ജനിച്ചതല്ലേ ഉള്ളൂ. കയ്യിനൊരു പട്ടണം പണിതു. അങ്ങനെ പറ. കയ്യിനൊരു പട്ടണം പണിതു. കയ്യിനൊരു പട്ടണം പണിത് ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഇങ്ങോട്ട് നോക്കിക്കേ. ഈ സൂത്രവും തന്ത്രവും ഒക്കെ കാണിച്ച് എന്തേലും പടുത്തുയർത്തിയാൽ പണിതെടുത്താൽ ഒപ്പിച്ചു വന്നാൽ നിലനിൽക്കുകയെന്ന് പറയാനാണ് ഞാൻ ഈ വരുന്നത്. കയ്യിൻ ഹാബേലിനെ കൊന്നു, പരമാർത്ഥിനെ തട്ടി. ഇവൻ നേരെ കിഴക്കോട്ട് പോയി. ഈ ഗുണം പിടിക്കാത്തവനെല്ലാം പോകുന്നത് കിഴക്കോട്ടാ. ഞങ്ങളുടെ അമ്മ പണ്ടൊക്കെ പരാധീനതയുള്ള കാലമല്ലേ, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൂട്ടാനേ വെക്കുകയുള്ളൂ. മീനാണെ ഒരു മീൻ കൂട്ടാൻ, അത് ചിലപ്പോൾ ചാറുകൂടെ കൂടിയായിരിക്കും. അപ്പോൾ ചാറ് ചില ഒഴിക്കുകയും ചെയ്യാം, ഒരു കഷണമൊക്കെ. നിങ്ങളോടിത് പറഞ്ഞിട്ടൊന്നും നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ മോത്തിലാൽ നെഹ്റുവിൻ്റെ കൊച്ചുമോനായിരുന്നു, ഞങ്ങൾ അവിടെ ആയിരുന്നു. ഞങ്ങളുടെ കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ്. ഒരു കൂട്ടാനേ കാണുകയുള്ളൂ. ചോറും വെള്ളമും ഒരു കൂട്ടാനായിരിക്കും തരുന്നത്. ഞങ്ങൾ കുട്ടനാട്ടുകാരായതുകൊണ്ട് മീൻകറി ആയിരിക്കും മിക്കപ്പോഴും, ചാറും കഷണവും. അപ്പം എല്ലാവർക്കും വെള്ളം വേണ്ടേ? അങ്ങനെ വിളമ്പുമ്പോൾ ചിലപ്പം യഥേഷ്ടം നമുക്ക് ലഭിക്കത്തില്ല. പിന്നെ ചിലപ്പോൾ അമ്മയുടെ വീതം എനിക്ക് തരും. അമ്മ എന്നിട്ട് ആ ചാറും പുളിയൊക്കെ ഒരു കഷണം എനിക്ക് തരും. ചില സന്ദർഭത്തിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കാം, അമ്മ ഒരു കഷണം കൂടെ. അമ്മ പറഞ്ഞിട്ടുണ്ട് വേണ്ട അങ്ങനെ ഒത്തിരി കിഴക്കോട്ട് പോകണ്ടെന്ന്. അങ്ങനെ ഒത്തിരി ഞങ്ങളുടെ അമ്മയുടെ ഡയലോഗാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒത്തിരി. അപ്പം എനിക്ക് ഇപ്പം പിടി കിട്ടി കിഴക്കോട്ട് പോയാൽ പരുവക്കേടാന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു. കാരണം ഈ നാജം പിടിച്ചവൻ എങ്ങോട്ടാണ് പോയത്? കിഴക്കോട്ടാ. അങ്ങനെ കയ്യിന് യഹോവയുടെ സന്നിധി വിട്ടു പുറപ്പെട്ട് ഏദന് കിഴക്ക് നോദ് ദേശത്ത് എന്ന് പാർത്തു. കയ്യിന്റെ ഭാര്യയുമായിട്ട് ജീവിതം ആരംഭിച്ചു. ഒരു ചെറുക്കനുണ്ടായി, ഹാനോക്ക്. അങ്ങോട്ട് ജനിച്ചപ്പോൾ അപ്പൻ കയ്യിൻ ഒരു പട്ടണം പണിതു. അപ്പൻ കയ്യിനൊരു പട്ടണം പണിതിട്ട് അടുത്തത് ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേര് ഈ പട്ടണത്തിനിട്ടു. ഇങ്ങോട്ട് നോക്കിയേ. അപ്പന്റെ ചിന്ത, അപ്പന്റെ സൂത്രം, അപ്പന്റെ കുതന്ത്രം തൻ്റെ മകനാകുന്ന ഹാനോക്കിന്റെ പേരിനാൽ ഈ പട്ടണം അറിയപ്പെടണം. ഇതൊപ്പിച്ചത് നിരപരാധിയെ കൊന്നേച്ചാവുന്നത്. പരമാർത്ഥതയോടെ ആരാധിച്ചവനെ തട്ടി. അവന്റെ രക്തം ഇപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുക. അവനെ തട്ടിയവൻ നേരെ കിഴക്കോട്ടടിച്ച് ഭാര്യയായിട്ട് ജീവിച്ചൊരു ചെറുക്കനുണ്ടായി, ഹാനോക്ക്. കൊച്ചനുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ അപ്പന് ഒരു ചിന്ത, എൻ്റെ കൊച്ചൻ്റെ പേര് നിലനിൽക്കണം. അപ്പോൾ പുള്ളി ഒരു പട്ടണം അങ്ങോട്ട് പണിതു. പട്ടണം പണിതെന്ന് നമ്മൾ ഒറ്റ വാക്കി വായിച്ചു വിട്ട കാര്യം നടക്കില്ല. പട്ടണം പണിയണം എന്ത് ബത്തപ്പാടാ, കാശുണ്ടാക്കണം. അതെല്ലാം പുള്ളി ഒപ്പിച്ചു. ആൾ വേണം, ആ ആളിനെയും പുള്ളി ഒപ്പിച്ചു. പണി നടത്തി. പണി കുറേയേറെ നാൾ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ഒപ്പിക്കുന്നതല്ല. ഒറ്റ രാത്രി കൊണ്ട് പട്ടണം പണിയാൻ പറ്റുമോ? ഏറെ ദിവസങ്ങൾ, ഏറെ നാളെടുത്തു. സൂത്രത്തിൽ പട്ടണം അങ്ങോട്ട്
പണിത് വെച്ച് എൻ്റെ ഭാവനയാ പട്ടണത്തിൻ്റെ മെയിൻ ഗേറ്റിൽ ഹാനോക്ക് നഗർ. എന്തുവാ? ഹാനോക്ക് നഗർ. ഭയങ്കര ആഘോഷമായിട്ടാണ് അതിൻ്റെ പ്രതിഷ്ഠ. അതുപോലെ മനുഷ്യനും വന്നവൻ വായിച്ചപ്പെടാ ഹാനോക്ക് നഗർ. നല്ല പേരാ കേട്ടോ. കൊള്ളാം. എന്തായാലും ദൈവം കയ്യിനെ അനുഗ്രഹിച്ചു, ദൈവം കയ്യിനെ ഉയർത്തി. അതിലൊരു പേരുമൊക്കെ ദൈവം കൊടുത്തല്ലോ. ഇപ്പം ചില പേരും പ്രശസ്തിയായി. നല്ല പേരാ ഹാനോക്ക് പട്ടണം. അപ്പോൾ ആരെങ്കിലും നമ്മൾ എവിടെ താമസിക്കുന്നത്? ഞാൻ ഹാനോക്ക് പട്ടണത്തിലാണ്. എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ ഹാനോക്ക് പട്ടണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞ പേരങ്ങ് പ്രസിദ്ധമായി, ഹാനോക്ക് പട്ടണം. ഇത് സൂത്രത്തിലൊപ്പിച്ചതാ, തന്ത്രത്തിലൊപ്പിച്ചതാ. അവസാനം വന്ന് ഭവിച്ചത്, നിങ്ങൾ വേദപുസ്തകം വായിക്കുന്നവരും പഠിക്കുന്നവരും, ഈ ഹാനോക്ക് പട്ടണം ഭയങ്കര പട്ടണമാണ്. എത്ര നാൾ വരെ ഉണ്ടായിരുന്നു നിങ്ങൾ പറ? ഹാനോക്ക് പട്ടണം എത്ര നാൾ വരെ ഉണ്ടായിരുന്നു? ജലപ്രളയം വരെ. ജലപ്രളയം. ഉറക്കെ പറ. ജലപ്രളയം വരെ, വെള്ളപ്പൊക്കം വരെ. വെള്ളപ്പൊക്കം വരെ നല്ല പേരും പ്രശസ്തിയായിരുന്നു. അമ്പരാന്നെ പദ്ധതി കിട്ട് ആടിയുടെ താഴത്തെ ഉറവയും തുറക്കും, മേളത്തെ ഉറവയും കൂടെ അങ്ങനെ ഉറവയും ദൈവം അങ്ങോട്ട് തുറന്നു. സ്തോത്രം. അടിയിലത്തെ ഉറവ് വന്നപ്പോഴേ പട്ടണത്തിൻ്റെ മതിലിടിഞ്ഞു. മേളിലത്തെ ഉറവ അങ്ങോട്ട് തുറന്ന് മേളിൽ നിന്ന് കീപ്പോട്ട് വെള്ളം, താഴെ നിന്ന് മേളിലോട്ട് വെള്ളം അടിച്ച് തൂത്ത് പട്ടണം മാത്രമാണോ? യോടി പട്ടണം മാത്രമാണോ? വെള്ളം അങ്ങോട്ട് പൊങ്ങി 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 അരാരാത്ത് പർവ്വതവും മൂടി. സ്തോത്രം. പക്ഷെ പ്രമാണത്തിൽ നിന്ന് 8 പേര് രക്ഷപ്പെട്ടു. പെട്ടകം പിന്നെ വന്നൊന്ന് ഉറച്ചു. കാക്കയെ പുറത്ത് വിട്ടു, പ്രാവിനെ പുറത്ത് വിട്ട പാകമൊക്കെ നിങ്ങൾക്കറിയാം. എല്ലാം ശാന്തമായി. അവസാനം നോകയും കൊച്ചുങ്ങളും എല്ലാ തള്ളയും 8 പേര് എല്ലാം കൂടെ വെളിയിലോട്ടിറങ്ങി. അത് സൈമൺ സാറ് കൊടുത്തിരിക്കുന്നത് നോകിൻ്റെ തനയരാം യാപത്തും ക്ഷേമും ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകിൻ്റെ പത്നിയും. അപ്പൊ ഇത്രയും പേരാ പട്ടകത്തിൽ മനുഷ്യര്. നോകിന്റെ പത്നി, ഷേം, ഹാം, യാപത്ത് അവരുടെ 3 ഭാര്യമാര്. അപ്പൊ 3 3 6. അപ്പച്ചനെ അമ്മച്ചിയും കൂടെ കൂട്ടി 2 8 പേര്. നോകിൻ്റെ തനയരാം യാപത്തും ക്ഷേമം ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോകിന്റെ പത്നിയും വീടിന് കാവൽ നിൽക്കും കുക്കുരം പട്ടി വരെ ഇതിനകത്ത് കയറി, മറ്റവന്മാരും കയറിയില്ല. വീടിന് കാവൽ നിൽക്കും കുക്കുരം മാർജരങ്ങൾ ആടുമാടുകൾ കന്നുകാലികൾ ഇത്യാദിയും കാട്ടിലെ മൃഗങ്ങളാ കേസരി ദന്താവളം സിംഹോ ആനയല്ല ഇതിനകത്ത് കയറി. കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലിക്കോലവും ശാർദൂരശീലമാ പുള്ളിപ്പുലി ജാലവും അർത്ഥ്യമർത്ഥ്യരൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളം പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി വരെ ഇതിനകത്ത് കയറി. കുഴിമന്തി അല്ല, വള്ളിമേൽ കമ്പക്കളി നടത്തും കരിമന്തി അളുങ്ക് അണ്ണിപ്പിള്ള. അതേത് പിള്ളയാന്നായിരിക്കും? വേറെ പിള്ളയാ. ഓന്ത് പറയണേ എല്ലാം കയറിയെന്ന്. അളുങ്ങും അണ്ണിപ്പിള്ള അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ തത്ത ഇതിനകത്ത് ചാടിക്കേറി.
തത്തകൾ പലതരം ഞാറകൾ, കുളക്കോടി, നത്തോട്, പൊന്മാൻ, മരം കൊത്തിയും, വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവിവർഗവും ഒക്കെയും ബോധത്തിൽ നിന്നിറങ്ങി ഭൂതലത്തിൽ. അപ്പൊ ഇത്തങ്ങളെല്ലാം പെട്ടകത്തിൽ നിന്നിറങ്ങി, ബോധത്തിൽ നിന്നിറങ്ങി ഭൂതലത്തെ എല്ലാം ഭൂമിയിലോട്ട് വന്ന് ഇവര് മനുഷ്യരൊരു 8 പേരും, നോഗയും ഭാര്യയും, ആമ്പിള്ളേര് 3, പെമ്പിള്ള അവരുടെ ഭാര്യമാര് 8. ഈ കണ്ട മൃഗജാതി എല്ലാം കൂടെ ഇറങ്ങി വന്നവര് എൻ്റെ ചിന്തയാ നേരെ പറഞ്ഞ് നമുക്ക് എങ്ങോട്ട് പോകണം, നമ്മുടെ പട്ടണത്തിലോട്ടൊന്ന് പോകാൻ പറഞ്ഞ ആനോക്ക് പട്ടണം. സൂത്രത്തിലും തന്ത്രത്തിലും കുതന്ത്രത്തിലും ഒപ്പിച്ചത് എന്തിയെ? നമുക്ക് രാജാവായി നാം തിരഞ്ഞെടുത്ത അബ്ശാലോം പടകിൽ പട്ടു.